ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള കിച്ചൺ ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പത്തിൻ്റെ മാവാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് പച്ചരിയാണ്. ശേഷം നമുക്കതിനെ നന്നായിട്ട് കഴുകാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. 3-4 തവണ നന്നായിട്ട് കഴുകിയെടുക്കണം. ശേഷം അത് കുതിർത്താനുള്ള വെള്ളം പാകമാക്കി നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇത് കുതിരാനായിട്ട് ഏകദേശം 8 മണിക്കൂറോളമാണ് നമ്മൾ എടുക്കുന്നത്. 8 മണിക്കൂർ മാറ്റി വെച്ച ശേഷം അതിനാവശ്യമായ സാധനങ്ങൾ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. അരി നന്നായി കുതിർന്ന ശേഷം നമുക്കതിലോട്ട് ആവശ്യമായ ചേരുവകൾ ഒരുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അരിയുടെ അളവനുസരിച്ചാണ് തേങ്ങ എടുക്കേണ്ടത്. ഒരു ചെറിയ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഒപ്പം ചെറിയൊരു ഈസ്റ്റ് വളരെ കുറവ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്കിതിനെ മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് പച്ചരി ചേർക്കാം. അതിലോട്ട് ആവശ്യമായ വെള്ളവും അതോടൊപ്പം തന്നെ തേങ്ങ ചിരകിയതും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അരച്ചെടുക്കാം. അരിയും തേങ്ങയും നന്നായിട്ട് സ്മൂത്തായിട്ട് വരുന്നത് വരെ നമുക്ക് അരച്ചെടുക്കണം. ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം ഒരുപാട് ആഡ് ചെയ്യാനും പാടുള്ളതല്ല. വെള്ളം ആദ്യമേ ഒരുപാട് ആഡ് ചെയ്താൽ സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അരച്ച ശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ശേഷം അതിലോട്ട് തന്നെ ബാക്കിയുള്ള കുറച്ച് പച്ചരി ചേർത്ത് അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അതിലോട്ട് ഒരു നുള്ള് ഈസ്റ്റ് ചേർക്കാം. നമുക്ക് കൂടെ ചോറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ചോറിൻ്റെ അളവ് കൂടും തോറും അപ്പം വളരെ സ്മൂത്തായിരിക്കും. അതുകൊണ്ട് ഓവറായിട്ട് ചോറ് ആഡ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. അരിക്ക് അനുസൃതമായിട്ട് മാത്രമേ നമ്മൾ ചോറ് ചേർക്കാവൂ. അല്ലെങ്കിൽ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ചേരുവകൾ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. ആവശ്യത്തിന് മാത്രം ഈ മാവിലോട്ട് വെള്ളവും ആഡ് ചെയ്യുക. കൂടുതലായാലും അപ്പത്തിന് രുചി കുറയും. അരച്ചെടുത്ത മാവിനെ നമുക്ക് ഒരുമിച്ച് ഒരു ചെറിയ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാവുന്നതാണ്. അത് എല്ലായിടത്തും ഒരുപോലെ എത്തക്കത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് തലേ ദിവസം അരച്ചു വെച്ച മാവിനെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ചുട്ടെടുക്കാവുന്നതാണ്. ഇവിടെ രാത്രി 7 മണിക്ക് അരച്ചു വെച്ച മാവിനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണ് ചുട്ടെടുത്തത്. അപ്പം വളരെ സ്മൂത്തായിട്ട് കിട്ടി. അതുപോലെ തന്നെ അപ്പം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ചുടുന്നതിന് മുൻപായിട്ട് അത് നന്നായിട്ട് ഇളക്കി അതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് വയ്ക്കാവുന്നതാണ്. ശേഷം നമുക്ക് ആവശ്യത്തിന് അപ്പം ചുട്ടെടുക്കാം. ബാക്കിയുള്ള മാവിനെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യാനുസരണം അതിൽ നിന്ന് എടുത്ത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അപ്പമാണ്. വളരെ രുചിയുമാണ്. ഇതിലോട്ട് മധുരം ആവശ്യമായിട്ടുള്ളവർക്ക് മാവിൽ മധുരവും ആഡ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാം. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.